നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഡുറൻ കപ്പിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പെപ്രയും അതേപോലെ നൊഹാസദോയുമെല്ലാം നിരവധി ഗോളുകളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. പെപ്രയുടെ പേരിൽ നിരവധി ഗോളുകളും അതേപോലെ നൊഹാസദോയുടെ പേരിൽ 2 ഹാട്രിക്കും ഉണ്ട്. എന്തായാലും മികച്ച രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെല്ലാം ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ഐമൻ അസറെല്ലാം മികച്ച ഗോളുകൾ ഡുറൻ കപ്പിൽ നേടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അഡ്രിയാൻ ലൂണയുടെ ഒരു ഗോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ലൂണ പല താരങ്ങൾക്കും അസിസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഡുറൻ കപ്പിൽ. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരം കോയിഫ് എന്ന് പറയുന്ന താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ താരം വന്നതായിട്ട് ഒഫീഷ്യലായിട്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ പ്രഖ്യാപിച്ചത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ് കോയിഫ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഇനി ഡുറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരമാണ്. എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യം തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 24-ാം തീയതിയാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ ഗോളുകൾ നേടി വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിച്ച് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പുതിയ വിദേശ താരം ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ട് ഇതുവരെയായിട്ടും സൈൻ ചെയ്യിപ്പിക്കാത്ത എന്നാണ് ആരാധകരുടെ ചോദ്യം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റീവൻ ജോവറ്റിക് എന്ന് പറയുന്ന താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നും ഉടൻ തന്നെ താരവുമായിട്ട് സൈൻ ചെയ്യുമെന്നെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റീഫൻ ജോവറ്റിക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് 2 കൊല്ലം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നടത്തുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ ഇരിക്കണം. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.